നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ നിലവിൽ 1600 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ഇനി അങ്ങോട്ട് 1600 രൂപയ്ക്ക് പകരം 1750 രൂപയായിരിക്കും പെൻഷൻ ലഭിക്കുക. എന്നു മുതലാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരിക? ആർക്കെല്ലാമാണ് ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുക? അതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും പുതിയ പെൻഷൻ എങ്ങനെ അപേക്ഷിക്കാം, നിലവിലുള്ള പെൻഷൻ നമുക്ക് മുടങ്ങാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന വീഡിയോസിൻ്റെ മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത് 5 മിനിറ്റ് ആയിരിക്കും. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം എന്തെങ്കിലും കാര്യത്തിലുള്ള സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ പെൻഷൻ മസ്റ്റിംഗ് പൂർത്തിയാക്കിയ ആളുകളാണെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പെൻഷൻ മസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. നമ്മൾ വീഡിയോ കാണുന്ന 90% ആളുകളും ഇപ്പോൾ മസ്റ്റിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. എങ്കിലും ഇനിയും 10% ആളുകളും മസ്റ്റിംഗ് പൂർത്തിയാക്കാൻ ബാക്കിയുണ്ട്. ഏകദേശം മൊത്തം കണക്കുകൾ നോക്കുകയാണെങ്കിൽ 80-60% ആളുകൾ മാത്രമാണ് ഇപ്പോൾ മസ്റ്റിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിൽ പെൻഷൻ വാങ്ങുന്ന ആളുകൾ, നമ്മുടെ അടുത്ത വീടുകളിൽ പെൻഷൻ വാങ്ങുന്ന ആളുകൾ, നമ്മുടെ കുടുംബത്തിൽ പെൻഷൻ വാങ്ങുന്ന ആളുകൾ എന്നിവരോടെല്ലാം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു കാര്യം പ്രത്യേകം ചോദിക്കണം. മസ്റ്റിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഈ ഒരു മസ്റ്റിങ്ങിൻ്റെ കാലാവധി കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവർക്ക് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല. നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ വീട്ടിൽ പ്രായമുള്ള ആളുകൾ, അതുപോലെ തന്നെ അടുത്ത വീട്ടിൽ പ്രായമുള്ള ആളുകൾ, ഇവരൊന്നും ചിലപ്പോൾ നമ്മുടെ ഈ സോഷ്യൽ മീഡിയകൾ കാണുകയോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുകയോ ചെയ്യുന്ന ആളുകളായിരിക്കില്ല. നിർബന്ധമായിട്ട് ഇക്കാര്യം അവരോട് കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീട്ടിൽ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ കൂടി ഇക്കാര്യങ്ങളൊന്ന് ബോധ്യപ്പെടുത്തുക. 30 രൂപ നൽകി വളരെ സിമ്പിളായി ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. കേരളത്തിലെ ഏത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്ക് മസ്റ്റിംഗ് പൂർത്തിയാക്കാം. അതല്ല, നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ നേരിട്ട് ചെല്ലാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പർ മുഖേനയോ അതല്ലെങ്കിൽ പരിചയമുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ വീട്ടിൽ വരികയും മസ്റ്റിംഗ് പൂർത്തിയാക്കുകയും ചെയ്യും. ഏത് സാഹചര്യത്തിലായാലും ശരി, നിങ്ങൾ മസ്റ്റിംഗ് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം പിന്നീട് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നതല്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം പെൻഷൻ പണം കൂടുന്നതിനെ കുറിച്ചാണ്. കഴിഞ്ഞ ബജറ്റിൽ നമ്മളെല്ലാവരും പെൻഷൻ പണം കൂടുമെന്ന് ഉറപ്പിച്ചിരുന്നു. അത് എല്ലാ മാധ്യമങ്ങളും അത് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അന്ന് സർക്കാർ പറഞ്ഞൊരു കാര്യം, പെൻഷൻ പണം എപ്പോൾ വേണമെങ്കിലും കൂട്ടാം, അതിന് ബജറ്റിൽ അവതരിപ്പിക്കണമെന്നില്ല എന്നുള്ളതാണ്. ഈ വർഷം അവസാനത്തിലായിരിക്കും പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ടായിരിക്കുക. നമുക്കറിയാം, നവംബർ ഡിസംബർ മാസത്തിന് മുമ്പായി തന്നെ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കും. ജനുവരി ഫെബ്രുവരി മാസത്തിന് മുമ്പായി തന്നെ നിയമസഭ ഇലക്ഷൻ കൂടി നടക്കുന്നത് കൊണ്ട് തന്നെ അതിന് മുന്നോടിയായി പെൻഷൻ പണം കൂട്ടാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. 1750 രൂപയായിരിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സർക്കാർ തലത്തിൽ പൂർത്തിയായി. ഇനിയിപ്പോൾ ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശിക മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം അവസാനത്തിൽ ഏകദേശം 8-9 മാസത്തെ പെൻഷൻ കുടിശ്ശിക ബാക്കിയുണ്ടായിരുന്നു. അത് ഓരോ ആഘോഷങ്ങളുടെയും വരുന്ന മാസങ്ങളിൽ ഓരോ മാസത്തെ കുടിശ്ശിക നൽകി. ഇനിയിപ്പോൾ ഒരു മാസത്തെ കുടിശ്ശിക മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഒരു കുടിശ്ശിക പെൻഷൻ കൂടി നൽകി കഴിഞ്ഞാൽ പെൻഷൻ പണം കൂടുന്നതിനെക്കുറിച്ച് സർക്കാർ പ്രഖ്യാപിക്കും. നമുക്കറിയാം, ഈ മാസം നമുക്ക് 1600 രൂപയും 1600 രൂപയും കൂടി 3200 രൂപ പെൻഷൻ ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനും മറ്റു ഇലക്ഷനും നടക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതൽ കടംപിടുത്തമില്ലാതെ തന്നെ അവർ അപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ആനുകൂല്യം നമ്മൾ പരമാവധി മുതലെടുത്ത് നമ്മൾ പുതിയ പെൻഷൻ അപേക്ഷിക്കുക. നമുക്കറിയാം, പഴയ സമയത്തെല്ലാം ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് പെൻഷൻ മുടങ്ങി ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അവർക്കും ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷിക്കാം, അല്ലെങ്കിൽ നിലവിലുള്ള പെൻഷൻ അപ്രൂവ് ചെയ്യാൻ വേണ്ടി വീണ്ടും അപേക്ഷ സമർപ്പിക്കാം. പെൻഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ തൊട്ടടുത്തുള്ള ഓൺലൈൻ സെൻറ്ററുകൾ വഴിയോ സ്മാർട്ടിലേക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അങ്ങനെ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നമ്പർ ലഭിക്കുകയും ആ നമ്പർ നമ്മൾ കൈവശം വെക്കുകയും ചെയ്യുക. അത് അപ്രൂവൽ ആയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പെൻഷൻ മസ്റ്റിംഗ് കൂടി പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾ രൂപത്തിലുള്ള കമൻറ്റുകളുണ്ടെങ്കിൽ താഴെ കൊടുക്കാം. അറിയുന്ന കാര്യങ്ങൾക്ക് മറുപടി നൽകുന്നതാണ്. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.